ആലപ്പുഴ മാന്നാറിൽ വൃദ്ധ ദമ്പതികൾ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചു. ചെന്നിത്തല കോട്ടമുറി സ്വദേശി രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. മദ്യപാനിയായ മകൻ വീടിന് തീവച്ചതെന്ന് സംശയം. മകൻ വിജയൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഞങ്ങളുടെ വന്ന സമയത്ത് ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന സമയത്ത് വീട് മൊത്തത്തിൽ കത്തി നിൽക്കുകയാണ്. അപ്പം ഫയർഫോഴ്സ് വരപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. അടുപ്പിക്കെല്ലാം കിടത്തി നോക്കിയതിന് ശേഷം അപ്പൂപ്പനും അമ്മയും കിടന്നിടത്ത് തന്നെ കത്തി കിടക്കുമായിരുന്നു. അപ്പോൾ സംശയം അല്ലെങ്കിൽ ചെയ്തെന്ന് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്നെങ്കിൽ ഇവരുടെ മോനാണെന്ന് വെച്ചാൽ അമ്മമ്മയ്ക്ക് 5 മക്കളുള്ളതിലെ ഒരാളാണ്. വിജയൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ പുള്ളിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൽ പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തെന്ന് സംശയിക്കുന്നത് പുള്ളിയെ തന്നെയാണ്. അപ്പോൾ നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പം പുള്ളി നല്ല സംശയമുണ്ട്. കാരണം ഇതിൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ തല്ലുകയും കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്നും വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരും വന്ന് അവരെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ പുള്ളി ചെയ്തെന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. വിജയൻ എന്നാണ് ആളുടെ പേര്. വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നു. രഘു, എന്തൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് അല്ലേ? അച്ഛനെയും അമ്മയെയും മകൻ തന്നെ വീടിന് തീവച്ച് കൊലപ്പെടുത്തുക എന്ന സംശയം. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് പിറകിൽ കാണുന്ന ഈ ഷെഡിലായിരുന്നു രാഘവനും ഭാരതിയും താമസിച്ചിരുന്നത്. ചെറുമകൻ പറഞ്ഞതുപോലെ തന്നെ 5 മക്കളായിരുന്നു ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇവരോടൊപ്പം നിലവിൽ താമസിച്ചുകൊണ്ടിരുന്നത് വിജയനാണ്. വിജയൻ വിദേശത്തൊക്കെ ആയിരുന്നു. കഴിഞ്ഞ 5-6 മാസമായിട്ട് ഈ അച്ഛനോടെ അമ്മയുടെ ഒപ്പമാണ് താമസം. കഴിഞ്ഞ ദിവസം അച്ഛനെയും അമ്മയും മർദ്ദിച്ചതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോവുകയും ചെയ്തതാണ്. മാന്നാർ അരിപ്പാട് റോഡിന്റെ വശത്താണ് വീടുള്ളത്. ഈ സ്ഥലം 5 മക്കൾ തമ്മിൽ ഈ സ്ഥലം സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വഴക്ക് പതിവായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പുലർച്ചെ 3 മണിയോടുകൂടി റോഡിലൂടെ പോകുന്ന ഓട്ടോ ഡ്രൈവറാണ് ഇതാദ്യം കണ്ടതെന്ന് പറയുന്നു. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. പുലർച്ചെ സമയമായതുകൊണ്ട് ഒരു പക്ഷേ ആളുകൾ ഉറങ്ങുന്നത് കൊണ്ടായിരിക്കാം ഇത് ശ്രദ്ധിക്കപ്പെടാഞ്ഞത്. ഈ ഓട്ടോ ഡ്രൈവർ വിവരം അറിയിച്ചതനുസരിച്ച് അയൽവാസികളൊക്കെ വേഗത്തിലെത്തുകയും ഇത് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത് അവരെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് പോലെ തന്നെ ടിൻ ഷീറ്റ് കൊണ്ടുള്ളൊരു ഷെഡാണ്. വളരെ വേഗത്തിൽ തന്നെ തീ പടർന്ന് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരിക്കുകയും ചെയ്തിരുന്നു. വിജയൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വീട് കത്തുന്ന സമയത്ത് ഒരു കസേരയും എടുത്തുകൊണ്ട് വിജയൻ, ഇത് കുട്ടനാടിന്റെ എന്റെ ഭാഗമാണ്, അതുകൊണ്ട് വിശാലമായ പാടശേഖരങ്ങളൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്. വിജയൻ ആ ഒരു കസേര എടുത്തുകൊണ്ട് പാടമുള്ളൊരു ഭാഗത്തേക്ക് പോകുന്നതായി നാട്ടുകാർ പോലീസിന് വിവരം നൽകി. തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള വിവരം വിജയൻ ഈ ഷെഡിന് തീ കത്തിച്ചതാകാം എന്നുള്ളൊരു നിഗമനമാണുള്ളത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സ്വത്തിനെ തുടർന്നുണ്ടായ വിജയനെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണോ? കസ്റ്റഡിയിലാണല്ലോ ഉള്ളത്. ചോദ്യം ചെയ്യുകയാണോ? തെളിവെടുപ്പിനായിട്ടൊക്കെ കൊണ്ടുവരുമോ? വിശദാംശങ്ങൾ എന്താണ്? ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ വിജയനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട്. നാട്ടുകാരൊക്കെ ഒരു സംഘടിച്ച് നിൽക്കുകയായിരുന്നു. ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പോലെ തന്നെ പ്രതിക്കെതിരെ അല്ലെങ്കിൽ പ്രതി എന്ന് സംശയിക്കുന്ന ആളിനെതിരെ ജനരോക്ഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 3 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ഉദ്യോഗസ്ഥരടക്കം CA അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു. പ്രതിയെ പിടികൂടിയതുകൊണ്ട് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി CA അടക്കമുള്ള ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. മകൻ സ്വത്തിനു വേണ്ടി അച്ഛനമ്മമാരെ തീയിട്ട് കൊന്നതാകാം എന്നുള്ളൊരു നിഗമനമാണ് നിലവിലുള്ളത്. ചുറ്റുവട്ടം വീടുണ്ട്. അതായത് ഈ ദമ്പതികളുടെ സഹോദരിയാണ് ഈ വലതുവശത്ത് താമസിക്കുന്നത്. ഈ വീടിനോട് ചേർന്ന്, അതായത് തൊട്ടടുത്തൊരു 10-20 മീറ്റർ മാറി മാറി വീടുകളൊക്കെ ഉണ്ട്. പുലർച്ചെ 3 മണി സമയം ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമായതുകൊണ്ടാകാം ഒരുപക്ഷെ ഇവിടുത്തെ ബഹളമോ ഈ തീയുടെ ഒക്കെ കാര്യങ്ങൾ ആളുകൾ അറിയാതെ പോയത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ വാഹനം പോകുന്നത് മാന്നാർ ഹരിപ്പാട് റോഡാണ്. ഇപ്പോൾ രാവിലെയൊക്കെ ഒരു തിരക്കുള്ള റോഡാണെങ്കിലും സാധാരണ നില രാത്രിയിലൊന്നും വലിയ രീതിയിലുള്ള വണ്ടികളൊന്നും വരുത്തില്ല. അതുവഴി പോയ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ വീട് കത്തുന്നത് കണ്ട് വിവരം ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരെ അറിയിച്ചത്. അവർ ഉണർന്നു വരുമ്പോഴത്തേക്ക് ഈ ഷീറ്റ് സ്വാഭാവികമായിട്ട് തന്നെ വളരെ നേർത്ത ടിൻ ഷീറ്റ് ആണ്. ആ ടിൻ ഷീറ്റ് കത്തി തുടങ്ങിയാൽ വളരെ വേഗത്തിൽ ഒന്നിനെ പിടിച്ച് ഒന്നൊന്നായി പിടിച്ച് പോയി വേഗത്തിൽ കത്തും. ശരി രഘു, വളരെ ദാരുണമായൊരു സംഭവം. അച്ഛനെയും അമ്മയെയും വീടിന് തീയിട്ട് മകൻ കൊന്നു എന്ന പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്.
പുലർച്ചെയായിരുന്നു. പോലീസൊക്കെ എത്തി. ഇപ്പോൾ വിജയൻ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ ഉണ്ടാവും. വളരെ കുറച്ച് സമയങ്ങളെ ആയിട്ടുള്ളൂ വിജയൻ പോലീസ് കസ്റ്റഡിയിലായിട്ട്. അതുകൊണ്ട് തന്നെ വിശദാംശങ്ങളൊക്കെ ഇനിയും കൂടുതലായി പുറത്തു വരേണ്ടതുണ്ട്, വ്യക്തത വരേണ്ടതുണ്ട്. മരിച്ച 2 പേർ രാഘവനും ഭാര്യ ഭാരതിയുമാണ്. ചെന്നിത്തല കോട്ടമുറി സ്വദേശികളാണ് ഇരുവരും.